റെഡ് വൺ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഇത് റിലീസായിട്ടുണ്ട്. തിയേറ്റർ റിലീസായിരുന്നു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ എവിടെ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ നോക്കിയ സമയത്ത് കേരളത്തിൽ എവിടെയും സിനിമ റിലീസായതായിട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ടതായിട്ട് അത്ര വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു കോമഡി ആക്ഷൻ സിനിമ, ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ, അതും ക്രിസ് എവൻസും ഡ്വെയ്ൻ ജോൺസണും ഉണ്ടായതുകൊണ്ട് അവരുടെ ഒരു കെമിസ്ട്രി കാണാനായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സ്ട്രിക്ട്ലി വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലറിൽ കാണിച്ചതിനപ്പുറം സിനിമ പ്രോമിസിംഗ് ആയിട്ട് ഒന്നും തന്നിട്ടില്ല. ട്രെയിലറിൽ എന്താണോ കാണിച്ചത് അതൊക്കെ തന്നെയാണ്. അതായത് റെഡ് വൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സാന്റാക്ലോസിനെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു ക്രിസ്മസിന് 2 ദിവസം മുന്നേ. അപ്പം സാന്റാക്ലോസിനെ കണ്ടുപിടിക്കാനായിട്ട് സാന്റാക്ലോസിൻ്റെ ബോഡി ആയിട്ടുള്ള ക്യാൽ പോകുന്നു. അപ്പം ക്യാലിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഹാക്കർ അല്ലെങ്കിൽ ആളുകളെ കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര സ്പോട്ട് ചെയ്യാനായിട്ടുള്ള മൈൻഡുള്ള ജാക്ക് മെലോയി എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ ക്രിസ് എവൻസിൻ്റെ ക്യാരക്ടർ, ഇവർ രണ്ടുപേരും കൂടെ പോകുന്നതും പിന്നെ ഈ ഒരു സൂപ്പർ മിത്തിക്കൽ ഇവൻസ് നടക്കുന്നതും. ഈ ജാക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഈ മിത്തിക്കൽ ഇവൻസിനൊന്നും വലിയ വിശ്വാസമുള്ള ഒരാളല്ല, ക്രിസ്മസിലെ വിശ്വാസമില്ല. അങ്ങനെ നമ്മൾ ഈ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം സ്റ്റോറികൾ, ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് സ്റ്റോറികൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരെണ്ണമാണ് ഈ ഒരു സാന്റാക്ലോസ് നോട്ടി ലിസ്റ്റ് ഉണ്ട്. അതായത് മിസ്ബിഹേവ് ചെയ്യുന്ന പിള്ളേരെയൊക്കെ ഈ നോട്ടി ലിസ്റ്റിലാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ ഒരു വിച്ച്, അതേപോലെ തന്നെ സാന്റാക്ലോസിൻ്റെ ബ്രദർ, അങ്ങനെ കുറേ സാധനങ്ങൾ, അങ്ങനെ കുറേയധികം നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ഈ മിത്തിക്കൽ സ്റ്റോറീസ് ഉണ്ട് ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അതിലെ ഒരു സ്റ്റോറിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വലിയ ഫൈറ്റ് സീനുകൾ, ആകെ നമ്മൾ ആ ഒരു ട്രെയിലറിൽ കാണുന്ന ഒരു സ്നോമാനുമായിട്ടുള്ള ഫൈറ്റ് സീനും പിന്നെ ആ ഒരു മറ്റേ സ്ലാപ്പ് ചെയ്യുന്ന സാധനം, ആ 2 ഫൈറ്റ് സീനേ ഉള്ളൂ സിനിമയിൽ. ബാക്കിയെല്ലാം ഒരു പെട്ടെന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു ഫീലായിട്ടാണ്. ഈവൻ ആ ഒരു ക്ലൈമാക്സ് ആവുന്ന സമയത്ത് നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷൻ വരുന്ന സാധനങ്ങളൊന്നുമില്ല, അഡ്രിനൽ റഷ് വരുന്ന സാധനങ്ങളൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചു തീർക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയായിട്ട് ഒരു കോമഡി ആക്ഷൻ സിനിമ നിങ്ങൾക്ക് കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും റെഡ് വൺ. ഈവൻ ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ, ക്രിസ്മസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെയാണ് നിങ്ങൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനകത്ത് മഞ്ഞും പരിപാടികളും എല്ലാം ഉണ്ട്. പറയുന്ന പോലെ ഇതിനകത്ത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയതിൻ്റെ VFX CG വർക്കുകളൊക്കെ നന്നായിട്ടുണ്ട്. അവിടെയും ഒരു വലിയ പോരായ്മ നെഗറ്റീവൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്. ഒരു നല്ലൊരു സ്ട്രോങ് സ്റ്റോറി ഇല്ലെങ്കിൽ കൂടി ഒരു ആവറേജ് ക്ലൈമാക്സ് ഒക്കെ തരുന്നൊരു സ്റ്റോറി വേണമല്ലോ. ഇതതുപോലും ഇല്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഫീലിൽ പോയൊരു സിനിമയായിട്ടാണ് റെഡ് വൺ തോന്നിയത്. സിനിമ നഷ്ടത്തിലായിരുന്നു ആക്ച്വലി. 150 മില്യൺ എന്തോ കിട്ടുള്ളൂ, 250 മില്യൺ എന്തോ ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ, എന്നിട്ട് 150 കിട്ടുള്ളൂ. സിനിമ ആക്ച്വലി നഷ്ടത്തിൽ. ഇതൊക്കെ എങ്ങനെ ഓടാനാണ്? ഇത്രയും വലിയ കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും സിനിമയിൽ സ്റ്റോറി ഇല്ലെന്നുണ്ടെങ്കിൽ ആളുകൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടോ, അതില്ലെന്നുണ്ടെങ്കിൽ സിനിമ ചിലപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയെന്നൊക്കെ വരും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആമസോൺ പ്രൈമിൽ OTTയിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാതെ ബൈ ഗൈസ്.